പൂളും പുഷ്പവും ചിത്രശലഭവും എന്നൊക്കെ പാടി പോയപ്പോഴാണ് നമുക്ക് നേരമുണ്ട്. എന്നാൽ പരിശുദ്ധ മാർത്തോമാ ശ്ലീഹാമുതൽ ഇന്നയോളം മലങ്കര സഭയെ വഴി നടത്തിയ നമ്മുടെ പിതാക്കന്മാരും ജാതികർത്തകന്മാരുമായ അർക്കദയോഗ്യന്മാർ, മാർത്തോമാ മെത്രാന്മാർ, ദിവനാശ്വസ്മാർ, പരിശുദ്ധ കാതോലിക്കന്മാർ തുടങ്ങിയവരെ ഇന്നും നമ്മുടെ തുദ്ദേനകളിൽ ഓർക്കുവാൻ നമുക്ക് സമയമായിട്ടില്ല എന്നുള്ളതാണ് അവസ്ഥ. ഇതൊക്കെ കണ്ടുകൊണ്ട് കാണേണ്ടിയിരിക്കും. നമ്മുടെ കൺകളികളുടെയൊക്കെ ഒടുവിൽ ഒരു വാക്ക് വിശുദ്ധ മാർത്തോമാ ശ്ലീഹാ മുതൽ ഇന്നയോളം മലങ്കര സഭയെ ലയിച്ചു ധരിച്ച എല്ലാ പിതാക്കന്മാരുടെയും പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ എന്ന് ഒരു വാക്ക് എഴുതിയാൽ നമുക്ക് ലാഭമേ ഉണ്ടാകുള്ളൂ, ആ പിതാക്കന്മാരുടെ അനുഗ്രഹമേ ഉണ്ടാകുള്ളൂ എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. മാർത്തോമാ ശ്ലീഹാ കഴിഞ്ഞാൽ പിന്നെ 21-ാം നൂറ്റാണ്ട് മതി എന്ന് പറയുമ്പോൾ നമ്മുടെ വേദശാസ്ത്രം എവിടെയാണ് നിൽക്കുന്നത്? നമ്മുടെ പാരമ്പര്യം എവിടെയാണ് നിൽക്കുന്നത്? അതിനുശേഷം മറ്റാരെങ്കിലുമൊക്കെ എന്തെങ്കിലും കുറിച്ച് പറയുമ്പോൾ അല്ല ഞങ്ങൾ ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്ന് പറയുന്നതിനുപരിയായിട്ട് ഈ സത്വബോധത്തിൽ വളരുവാൻ ഇടയാകണം. ആ വിധത്തിൽ ഈ വിശുദ്ധാബ്ദി ഏറ്റവും അനുഗ്രഹമായി നടക്കട്ടെ. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഈ പിതാവിന്റെ വിശുദ്ധാബ്ദിയുടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കാര്യങ്ങൾ ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. വേദശാസ്ത്ര ദർശനത്തിൽ പുതിയ അധ്യായങ്ങൾ എത്തിച്ചേർക്കുവാൻ അതിന്റെ പരിപാടികൾ ഇടയാകട്ടെ. അതിനുള്ള സഹകരണം കൺവീനർ എന്ന നിലയിൽ എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധരുടെയും നാമത്തിൽ ഈ എല്ലാ പിതാക്കന്മാരുടെയും അനുഗ്രഹം ആശംസിച്ചുകൊണ്ട് ഈ ഉദ്ഘാടനം, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതായി പ്രഖ്യാപിക്കുന്നു. ദൈവം നമ്മെ വാഴ്ത്തി. ഗുരുക്കന്മാരുടെ ഗുരു, പഴയ സെമിനാരിയിലെ മഹാനായ ഗുരു, പ്രഭാഷകൻ, എഴുത്തുകാരൻ എന്നിങ്ങനെ വിവിധ നിലകളിൽ അറിയപ്പെടുന്ന, പ്രത്യേകിച്ച് 9 പതിറ്റാണ്ടിൻ്റെ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന നമ്മുടെ എല്ലാവരുടെയും അഭിനന്ദനായ ഗുരു ഡോക്ടർ TJ ജോഷുവാച്ചൻ മുഖ്യ പ്രഭാഷണം നടത്തും. വളരെ വിനയപൂർവ്വം വേദിയെ ക്ഷണിക്കും. സ്ത്രീകളുടെ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വലിയ തിരുമേനിമാരെ, വൈദിക സഹോദരങ്ങളെ, സെമിനാരി സുഹൃത്തുക്കളെ, ആമുഖമായി ഈ സെമിനാരിയുമായിട്ടുള്ള എൻ്റെ ആത്മബന്ധത്തെ പറ്റി ഒരു വാക്ക് പ്രസ്താവിക്കുന്നത് അസ്ഥാനത്തല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. 200 വർഷത്തെ പഴക്കമുള്ള ഈ സെമിനാരിയുമായിട്ട് 70 വർഷത്തെ പഴക്കമുള്ള ചരിത്രമാണ് എനിക്ക് ഉള്ളത്. 1946 ഒരു വൈദിക വിദ്യാർത്ഥിയായി ഞാൻ എത്തുമ്പോൾ അന്ന് സെമിനാരി MD-യിലാണ് നടക്കുന്നത്. രണ്ടാം ലോകമഹായുദ്ധം നടന്നുകൊണ്ടിരുന്ന കാലം വളരെയധികം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ഒക്കെ അന്ന് അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു കാലം. വിദ്യാർത്ഥികളുടെ സംഖ്യ കേവലം 23-24 ഒതുങ്ങുന്ന ഒരു സംഖ്യ മാത്രം. 5 അധ്യാപകരും. അതിനുശേഷമാണ് 1960 സെമിനാരി ഇവിടേക്ക് നീക്കുന്നത്. 54 മുതൽ ഈ കഴിഞ്ഞ വർഷം വരെ ഏതാണ്ട് 40 വർഷം ഈ സെമിനാരിയിൽ അധ്യാപകനായി പ്രവർത്തിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് എൻ്റെ ഒരു മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു. ഒരുപക്ഷെ ഇന്ന് ഈ ദ്വിശതാബ്ദി സമാപന സമ്മേളനത്തിൽ സംബന്ധിക്കുവാനുള്ള ഒരു അവകാശമാണ്. എന്നാൽ 2 ആശംസാരൂപത്തിൽ പറയുവാൻ ആവശ്യപ്പെട്ടത് ഇതിൻ്റെ ഭാരവാഹികളുടെ ഔദാര്യമാണ്. ഞാനതിന് അവരോട് കൃത്യമായിട്ടുള്ള എൻ്റെ നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. സെമിനാരിയുടെ
ദൗത്യം എന്ത് എന്ന് ചോദിച്ചാൽ സഭയുടെ നേതൃത്വം വഹിക്കുന്ന പൗരോഹിത്യ ശ്രേണിയിലുള്ളവരെ വാർത്തെടുക്കുക, രൂപപ്പെടുത്തുക എന്നുള്ള മഹത് ദൗത്യമാണ് സെമിനാരി നിർവഹിക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്താണ് ഒരു ക്രിസ്ത്യൻ നേതൃത്വത്തെ പറ്റി നമ്മുടെ ദർശനം? ഞാൻ അതേപ്പറ്റി ചുരുങ്ങിയ വാക്കുകൾ പറയുവാൻ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. ഞാനൊരു വലിയ വേദശാസ്ത്രജ്ഞനൊന്നുമല്ല. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഒരു ഉപദേശ പ്രസംഗം നടത്തുന്ന ഒരു പഴയ ആള് എന്നുള്ളത് കവിഞ്ഞ് വലിയ വേദശാസ്ത്ര സിദ്ധാന്തങ്ങളൊന്നും തന്നെ കൈകാര്യം ചെയ്യുവാൻ ഞാൻ മെനക്കെടാറില്ല. എനിക്കതിനുള്ള കഴിവുമില്ല. എന്നാൽ നമുക്കൊരു കാര്യം വ്യക്തമാണ്. ജീവജാലകളിലെല്ലാം കാണുന്ന ഒരു പ്രതിഭാസമാണ് നേതൃത്വം ഉണ്ടാവുക, അത് അംഗീകരിക്കുന്ന വ്യവസ്ഥിതി. ചെറിയ ജീവി മുതൽ എറുമ്പ് മുതൽ വലിയ ആന വരെയുള്ള ജീവജാലങ്ങളിലും നാം കാണുന്നുണ്ട് നേതൃത്വം എന്നുള്ളത് അംഗീകരിക്കുകയും അതിന് വിധേയമായി മറ്റുള്ളവർ വർത്തിക്കുകയും ചെയ്യുന്ന ഒരു സമീപന രീതിയാണ്. പ്രകൃതി മുഴുവൻ ദൈവം വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥയാണ് നേതൃത്വം എന്നുള്ളത്. It is in the divine purpose of God for creation. അത് എല്ലാ ജീവജാലങ്ങളിലുമുണ്ട്, അത് മനുഷ്യരിലുമുണ്ട്. നേതൃത്വ സ്ഥാനത്തേക്ക് അവരോധിക്കപ്പെടുക, അവരായി തുടരുക എന്നുള്ളത്. അപ്പോൾ ഈ വൈദികരെ പുരോഹിതന്മാരെ സംബന്ധിച്ചിടത്തോളം അവര് സമൂഹത്തിന്റെ നേതൃത്വത്തിൽ നിൽക്കുന്നവരാണ്. അങ്ങനെ നേതൃത്വത്തിൽ നിൽക്കുന്നവരെ സംബന്ധിച്ച് നാം പ്രത്യേകിച്ചും മനസ്സിലാക്കുവാനായിട്ടുള്ള പല കാര്യങ്ങൾ ഉണ്ട്. സഭയുടെ ആയിരുന്നാലും അതുപോലെ തന്നെ രാഷ്ട്രത്തിൻ്റെതായിരുന്നാലും ഭാവി നിലനിൽക്കുന്നത് ഉത്തമരായ നേതൃത്വത്തെ ആശ്രയിച്ചാണ്. അതുകൊണ്ട് സഭയുടെ ഭാവിയും ഉത്തമരായ നേതൃത്വത്തിലേക്ക് വരുന്ന ആളുകളെ വാർത്തെടുക്കുന്ന സെമിനാരിയുടെ പ്രവർത്തനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു അനുഭവത്തിൽ നാം ചിന്തിക്കുന്ന സമയത്ത് what Jesus Christ has taught about leadership, ക്രിസ്തു യേശു എന്താണ് ക്രിസ്തീയ നേതൃത്വത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത്, അതാണ് നമുക്ക് മുഖ്യമായിട്ട് എടുക്കുവാനുള്ളത്. നേതൃസ്ഥാനത്തെ പറ്റി ആഗ്രഹിക്കുന്നവര് അന്നുമുണ്ടായിരുന്നു. കർത്താവിന്റെ ശിഷ്യന്മാർ രണ്ടുപേര് മറ്റുള്ളവരെക്കാൾ മുതിർന്ന സ്ഥാനം കാക്ഷിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു എന്നുള്ളത് നമുക്കറിയാവുന്ന സത്യമാണ്. അത് നാം മനസ്സിലാക്കിക്കൊണ്ടും ഇത് എല്ലാവരിലും ഉള്ള ഒരു പ്രവണതയാണ് നേതൃത്വത്തിലേക്ക് വരുവാനുള്ള ആഗ്രഹം. ഇന്നത് വളരെ അധികമുണ്ട്. നമുക്കറിയാം, മാനേജിംഗ് കമ്മിറ്റിയിൽ കയറി പറ്റുവാനുള്ള സ്ഥാനം, മെത്രാപ്പൊലീത്ത സ്ഥാനത്തിൽ കയറി പറ്റുവാൻ അവിവാഹിതനായിട്ട് വൈദികനെങ്കിൽ മറ്റൊന്നും വേണ്ട. അതിന്റെ മാനദണ്ഡത്തിൽ ആഗ്രഹിക്കുന്നത്, മോഹിക്കുന്നത്, അതിനുവേണ്ടി അളവുകൾ നടത്തുന്നത് ഒക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഈ നേതൃത്വത്തെ പറ്റിയുള്ള ആ ഒരു ആഗ്രഹം മനുഷ്യരിലുള്ളത് സ്വാഭാവികമാണ്. എന്നാൽ എങ്ങനെയാണ് നേതൃത്വത്തിലേക്ക് വരുന്നത്, ആർക്കാണ് നേതൃത്വത്തിൽ വിചാരിക്കുവാൻ കഴിവുണ്ടാകുന്നത് എന്നുള്ളതിനെ പറ്റി യേശുക്രിസ്തു നിർവചിച്ചിട്ടുള്ളത് നാം ഇവിടെ കേൾക്കണം. നാം വായിച്ചു നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലാണ് പറയുന്നത്, നിങ്ങൾ ഒന്നാമനാകുവാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം. അപ്പോൾ ശുശ്രൂഷയിൽ കൂടിയാണ്, സേവനത്തിൽ കൂടിയാണ് നേതൃത്വത്തിലേക്ക് എത്തിച്ചേരുന്നത് എന്നും, അങ്ങനെ നേതൃത്വത്തിൽ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സേവനത്തിൻ്റെതായിരിക്കുന്ന സന്നദ്ധതയും അതിനുള്ളതായ കഴിവും ഉണ്ടായിരിക്കണം എന്നും ഉള്ള വസ്തുത കർത്താവ് അവിടെ വെളിപ്പെടുത്തുന്നത് നമുക്കിവിടെ ഓർക്കാവുന്ന വസ്തുതയാണ്. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് തന്നെ പറഞ്ഞത്, മനുഷ്യപുത്രൻ ശുശ്രൂഷിക്കപ്പെടുവാൻ അല്ല വന്നത്, ശുശ്രൂഷിക്കുവാനായിട്ടാണ്. ശുശ്രൂഷയിൽ കൂടിയാണ് അവിടുന്ന് ലോകത്തിന്റെ മുഴുവൻ രക്ഷകനും ഇന്ന് സമാരാധ്യനായ എല്ലാവരും രക്ഷകനും വീണ്ടെടുക്കുവാൻ ഒക്കെ ആയി തീർന്നത്. It is through the ministry, through his service
ഈ സ്ഥാനത്തേക്ക് തന്നെ അവരോധിക്കപ്പെട്ടത് ഈ ശുശ്രൂഷയിൽ കൂടിയാണ്. അതുകൊണ്ട് തന്നെ അനുഭവിക്കുന്നവരും പിൽക്കാല ചരിത്രത്തിലും ഇതന്നെ ആവർത്തിക്കപ്പെട്ടിരിക്കുന്നു. സേവനത്തിൽ കൂടി മുന്നേറുക എന്നുള്ളത്. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം, ഒരു നേതാവാകുന്ന ആൾ സേവനവും ശുശ്രൂഷയും തന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മാതൃകയായിട്ടും അതുപോലെ ദർശനമായിട്ടും എടുക്കുവാൻ സന്നദ്ധമായിരിക്കണം എന്നുള്ളത് ഇവിടെ ഓർക്കേണ്ടതാണ്. എനിക്ക് കിട്ടിയിരിക്കുന്ന സമയം എനിക്ക് വളരെ ബോധ്യമുള്ള ആളാണ്. സമയത്തെ പറ്റി 11 മണിക്ക് നിർത്തി ഈ സമ്മേളനം അവസാനിപ്പിക്കുവാൻ വേണ്ടി ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അതനുസരിച്ച് മാത്രമേ പല കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നെങ്കിൽ തന്നെയും ഞാൻ അടുത്ത സമയത്ത് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കും എന്നുള്ളത് ഇവിടെ ഓർമ്മിച്ചു കൊള്ളട്ടെ. നാം വായിക്കുന്നുണ്ട്, നേതൃസ്ഥാനത്തേക്ക് വരുവാനും മോശ ഒരാളിനെ നിയോഗിക്കുന്നുണ്ട്. തന്റെ പിൻഗാമിയായിട്ട് ജനത്തെ നയിക്കുവാൻ, ജനത്തിന് നേതൃത്വം കൊടുക്കുവാൻ പറ്റിയ ഒരാളുടെ വാർത്തെടുത്ത് ആൾക്ക് കൊണ്ടുവരുമ്പോൾ ആ ആളിനോട് യഹോവയായും കൽപ്പിക്കുന്ന വാക്കുകൾ നമ്മൾ വായിക്കുന്ന യോശുവയുടെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്ന ഒരു വസ്തുത, നീ ജനത്തെ നയിക്കുവാൻ കഴിവുള്ള ഒരാളെങ്കിൽ, നീ ജനത്തിന്റെ നേതൃത്വം നയിക്കുവാൻ നിന്നെ ആക്കുന്ന സമയത്ത് അത് വിജയകരമായി നിർവഹിക്കുവാൻ കഴിയണമെങ്കിൽ ഒരു കാര്യം നീ ഓർത്തുകൊള്ളണം. അതെന്താണ്? എന്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും വിട്ട് അതിൽ നടുമാത്രം വ്യതിചലിക്കാതെ അത് അന്യൂനമായി അഭംഗുരമായി കാത്തു സൂക്ഷിക്കുവാൻ നീ ശ്രദ്ധിച്ചിരിക്കണം എന്നുള്ളത്. അപ്പോൾ നേതൃത്വത്തിലേക്ക് വരുന്ന ഒരാളിനെ പറ്റി അവിടെ പറയുന്ന ഒന്ന്, പ്രമാണങ്ങളും മൂല്യങ്ങളും ദൈവത്തിന്റെ കൽപ്പനകളെ പറ്റി തീക്ഷ്ണതയുള്ളവരും അത് പാലിക്കുവാനും അത് നിലനിർത്തുവാനും അതിൽ തന്നെ കുറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാനും എപ്പോഴും സന്നദ്ധതയുള്ളവരായിരിക്കണം എന്നാണ് അവിടെ നമുക്ക് കാണുവാനായിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് യോശുവയുടെ പിന്നീടുള്ള പ്രവർത്തനങ്ങളിലൊക്കെ നമുക്ക് കാണാം. എപ്പോഴും ദൈവത്തിന്റെ ആലോചന കണ്ടുപിടിച്ചുകൊണ്ട് എപ്പോഴും ദൈവാഭിമുഖമായി ജീവിച്ചുകൊണ്ട് മോശ കാണിച്ചിരുന്ന അതേ മാതൃകയിൽ തന്നെ തുടരുകയാണ്. അപ്പോൾ നേതാവ് ഒന്നാമത് സേവനത്തിന് സന്നദ്ധനായിരിക്കണം, രണ്ടാമത് പ്രമാണങ്ങളെ പാലിക്കുവാൻ മാനിക്കുവാൻ തിരുവചനത്തിൽ നിന്ന് അതിനെ മാറിപ്പോവാതെ അന്യൂനമായി അതിനെ നിലനിർത്തുവാനുള്ള തീക്ഷ്ണതയും ഉള്ളവരായിരിക്കണം എന്നുള്ളത്. മാത്രമല്ല മറ്റൊന്നും കൂടി പറയുന്നുണ്ട്, ജനത്തിനെ പറ്റിയും ശരിയായി വിശകലനം ചെയ്ത് ജനത്തിന് മുമ്പിൽ പോകുന്നവരാണ്. അവരുടെ മനസ്സിലാക്കി ഭവിഷ്യത്തുകളെ പറ്റി തിരിച്ചറിഞ്ഞ് ഉണ്ടാകാമാവുന്ന കാര്യങ്ങളെ പറ്റി നേരത്തെ ചിന്തിച്ച് അതിനനുസരിച്ച് സംഗതികൾ ആസൂത്രണം ചെയ്ത് ജനത്തിന് നേതൃത്വം നൽകുവാനൊക്കെ മുമ്പിൽ നിൽക്കുന്നവരായിരിക്കണം നേതാവ് എന്നുള്ളത്. അതുകൊണ്ടാണ് ജീവിതം എന്നുള്ളത് നയിക്കുന്നവരാണ്. ഇന്നത്തെ ഈ വരുമാനമുള്ള അനുഭവങ്ങളും പുരോഹിതന്മാർ എങ്ങനെയുള്ളവരായിരിക്കണം എന്ന് ചോദിച്ചാൽ ഈ വിധത്തിൽ ജനത്തിന് നേതൃത്വം മുമ്പിൽ നിൽക്കുന്നവർ അവരെ ശരിയായ ദിശാബോധമുള്ളവരാക്കി ഇന്നത്തെ സമൂഹത്തിന്റെ വെല്ലുവിളികൾ എന്തൊക്കെയെന്ന് തിരിച്ചറിഞ്ഞ് അത് ഏതെല്ലാം തലത്തിലേക്ക് നമ്മുടെ സമൂഹത്തിന്റെ ജീവിതത്തെയും അതുപോലെ തന്നെയും മറ്റനുഭവങ്ങളെയും സ്പർശിക്കുന്നു എന്നുള്ളത് വിവേചിച്ചറിഞ്ഞ് ജനത്തിന് ശരിയായ നേതൃത്വവും ദിശാബോധവും വരുത്തുവാൻ കഴിവുള്ളവരായിരിക്കണം എന്നുള്ളത് ഇവിടെ ഏറ്റവും പ്രധാനമായിരിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു നേതൃത്വത്തിന്റെ ഗുണം എന്ന് പറയുന്നത് കൂട്ടായി പ്രവർത്തിക്കുവാനുള്ള സന്നദ്ധതയാണ്. അവിടെയാണ് ഞാൻ പൗലോസ് അപ്പോസ്തലന്റെ മഹത്വം ദർശിക്കുന്നത്. എന്റെ ചിന്തയും വാക്കുകളിലും ഒക്കെ എപ്പോഴും പൗലോസ് കടന്നു വരുന്നുവെങ്കിൽ അത് മറ്റൊന്നുകൊണ്ട് വരില്ല. അദ്ദേഹത്തോട് ഞാൻ കർത്താവ് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഞാൻ ചിന്തിക്കുന്ന ആൾ പൗലോസ് അപ്പോസ്തലനാണ്. ഞാൻ വിചാരിക്കുന്ന നേതൃത്വത്തിന്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് മറ്റുള്ളവരെ കൂടി സഹകരിപ്പിച്ച് ഒന്നിച്ചു കൊണ്ടുപോകുവാനുള്ള ഒരു കഴിവാണ്. അത് നിങ്ങളൊന്ന് ഓർത്ത് നോക്ക്. അപ്പോസ്തലൻ ഒരു കത്തയക്കുകയാണ് ആൾക്ക് ഏതെങ്കിലും സഭയ്ക്ക് അയക്കുമ്പോൾ പൗലോസും
കൂടെയുള്ള ചെമ്മാസിനെ പോലെയുള്ള ആളാ, തന്നെ വളർത്തിയെടുത്ത ആളാ പൗലോസും തിമോത്തിയോസും കൂടി എഴുതുന്നത് എന്ന്. ഇന്നത്തെ മെത്താച്ചന്മാരോ ബാവായോ പൗലോസും തിമോസും അല്ലെങ്കിൽ മറ്റൊരാളും കൂടെയുള്ള ചെമ്മാസൻ പിന്നെ അച്ഛനും കൂടി ചേർന്ന് എഴുതാൻ ആരെങ്കിലും ഒരു കൊടുക്കും? അവർക്ക് എന്താ ഒന്നുമില്ല. എന്നാൽ പൗലോസിന്റെ ദർശനത്തിൽ ഈ കൂടെയുള്ള ആൾ അവൻ കേവലം തന്റെ ശിഷ്യനാണ്. പക്ഷെ ആ ആളിനെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ആ ആളിനെയും തന്നോടൊപ്പം നിർത്തിക്കൊണ്ട് എല്ലാ കത്തിലുമുള്ളത് തിമോഥീസ് മാത്രമല്ല, മറ്റാരും കേട്ടില്ലാത്ത സ്വസ്ഥനോസുണ്ട്, അവന്റെ പേരിൽ കൂടി ചേർത്തിട്ടാണ് പറയുന്നത്. അങ്ങനെയുള്ളവരുണ്ട്, വേറെയും പലരുണ്ട്. അങ്ങനെയുള്ളവരെ കൂടി ചേർത്ത് തന്റെ അഭിവാദം അർപ്പിക്കുമ്പോൾ ഈ കൂടെയുള്ളവർക്ക് എന്തോരും സന്തോഷമാണുള്ളത്, അഭിമാനമുള്ളത്. ഞാനും ആരോ ആണ് എന്നുള്ള ചിന്ത. എന്നാൽ ഇന്നത്തെ നേതൃത്വക്കാർ ഉണ്ടോ എന്നുള്ളത് നാം ചിന്തിക്കേണ്ടതാണ്. കൂടെയുള്ളവരെയും സഹപ്രവർത്തകരെയും പ്രചോദിപ്പിക്കുവാനും അവരുടെ സാഹചര്യങ്ങളും പൂർണ്ണമായി ലഭിക്കുവാൻ തക്കതായ ഒരു സമീപനവും പ്രോത്സാഹനവും കൊടുക്കുന്ന ഒരു ആളാണ് യഥാർത്ഥ നേതാവ്. അല്ലെങ്കിൽ ഒറ്റയാനായിട്ട് ഇരുന്നു പോകും. അങ്ങനെയുള്ള നേതാക്കന്മാരെയും പിൽക്കാല ചരിത്രത്തിൽ വലുതായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. ശരിയായ നേതാവ് കർത്താവിനെ വന്നപ്പോൾ ആദ്യം ചെയ്തത് എന്താ? ഒരു കൂട്ടായ്മ ഉണ്ടാക്കുക. അത് കുറെ പേര് വിളിച്ചു, അവരോടുകൂടി ചേർന്ന് ഒരു കൂട്ടായ്മയും കൂടിയാണ് താൻ എപ്പോഴും പ്രവർത്തിച്ചത്. താൻ ഒറ്റയ്ക്കായിട്ട് ഒരു കാര്യത്തിൽ പ്രവർത്തിച്ചിട്ടില്ല. ഒന്ന് മാത്രമേ ഒറ്റയ്ക്ക് ചെയ്യുന്നുള്ളൂ എന്ന് പോയി പ്രാർത്ഥിച്ചത് മാത്രം, ഏകാന്തമായി പ്രാർത്ഥിച്ചത് മാത്രമേ ഉള്ളൂ. മറ്റെല്ലാം ഈ തന്റെ സഹപ്രവർത്തകരോട് ഒരുമിച്ച് ഞാൻ അവരെ പറയുന്നതിന് ഞാൻ ശിഷ്യന്മാരെ വിളിക്കുന്ന നിങ്ങളെ എന്റെ സ്നേഹിതന്മാർ എന്ന് വിളിച്ചിരിക്കുന്നു എന്ന് അത് ചിന്തിക്കുമ്പോൾ പുറകം കൊള്ളുന്ന ഈ മീൻപിടുത്തക്കാരായ സാധാരണക്കാരായ ആളുകളെ തന്റെ കൂടെ ചേർത്തിട്ട് കർത്താവ് നിങ്ങൾ എന്റെ സ്നേഹിതന്മാരാണ്. അത് കേൾക്കുമ്പോൾ അവർക്ക് എത്ര അഭിമാനമുണ്ട്. കൂടെ പ്രവർത്തിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുവാൻ അവരുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് അവരെ പ്രോം ചെയ്യുവാൻ കഴിയുന്ന ആളാണ് യഥാർത്ഥത്തിലുള്ള നേതൃത്വത്തിൽ കാണുവാനായിട്ടുള്ളത് എന്ന് ഞാൻ വിചാരിക്കുന്നു. മാത്രമല്ല, പിന്നെ നേതൃസ്ഥാനത്തിന്റെ മഹത്തായ മറ്റൊന്ന് ആ ആളിന്റെ സ്വഭാവത്തിന്റെ വൈശിഷ്ട്യമാണ്. നിറച്ചുമായി ഉൾപ്പെടുന്നത് ആ ഒരു നൈപുണ്യം കാത്ത് സൂക്ഷിക്കുന്ന ഒരാൾക്ക് മാത്രമേ നേതൃത്വത്തിൽ നിൽക്കുവാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്, നീ നിരപവാദ്യനായി നിഷ്കളങ്കനായി നിന്റെ ജീവിതത്തെ കാത്തു സൂക്ഷിക്കുവാൻ തക്കവണ്ണമുള്ള ആ ഉത്ബോധനം അപ്പുറത്തോടുണ്ടാകുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ ഇന്ന് നമുക്ക് സംഭവിച്ചിരിക്കുന്ന ഒരു വലിയ പോരായ്മ, ഉത്തമരായ നേതൃത്വത്തെ വാർത്തെടുക്കുവാൻ തക്കവണ്ണമുള്ള സംരംഭം വേണ്ടവണ്ണം ഭരിക്കുന്നില്ല എന്നുള്ളതാണ്. പൗരോഹിക നേതൃത്വത്തിലായിരുന്നാലും അൽമായ നേതൃത്വത്തിലായിരുന്നാലും സഭയുടെ ഭാവി നിൽക്കുന്നത് ഏതിൽ എന്ന് ചോദിച്ചിരുന്നാൽ ഉത്തമരായ നേതൃത്വത്തിൽ മാത്രമാണ്. അത് ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയാണ് നേതൃത്വവും അതിനോട് ചേർന്ന് പോകുന്ന സമൂഹവും എന്നുള്ളത്. ഞാൻ പറഞ്ഞതുപോലെ ആദ്യം സൂചിപ്പിച്ചതുപോലെ പ്രകൃതി മുഴുവനും കാണുന്ന ഒരു വ്യവസ്ഥയും പ്രതിഭാസവുമാണ്. അത് സഭയിൽ പ്രത്യേകിച്ചും കർത്താവ് വന്ന് സ്ഥാപിച്ച സഭയിൽ ഈ നേതൃത്വത്തിന് വലുതായ ഒരു സ്ഥാനവും മഹത്വവും അവിടുന്ന് നൽകിക്കൊണ്ട് പ്രവർത്തിച്ചു. അത് ഇന്നും തുടരുവാൻ തക്കവണ്ണം സാധിക്കണം. വൈദിക സെമിനാരി ഉത്തമരായ നേതാക്കന്മാരെ വാർത്തെടുക്കുന്ന ആ വേദിയായി തീർന്നു എങ്കിൽ മാത്രമേ ഇതിന്റെ ലക്ഷ്യവും സഭയുടെ ഭാവി ഭാഗമാവുകയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ സെമിനാരി അതിന്റെ പ്രവർത്തനങ്ങൾ എത്തിച്ചേരട്ടെ എന്ന് ഈ 2 നൂറ്റാണ്ട് കഴിഞ്ഞ് ഇപ്പൊ 3ാമത്തേതിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഓർക്കുന്നു, 150 വർഷം കഴിഞ്ഞ ജൂബിലി അന്ന് ഉണ്ടായിരുന്നു. അന്നതിനൊരു കാര്യദർശിയായി പ്രവർത്തിച്ച് ഓർക്കുന്നു. 200 വർഷം കഴിയുമ്പോൾ ഇപ്പോഴും അതിൽ സംബന്ധിക്കുവാൻ സാധിക്കുന്നതിനുള്ള സന്തോഷം ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുന്നു. ഇത് ഇന്നത്തെ
നൂറ്റാണ്ടിലേക്ക് നമ്മൾ കടക്കുമ്പോൾ, സിദ്ധാർത്ഥ ചരിത്രത്തിൽ കടക്കുമ്പോൾ ഈ ഒരു ദർശനം ഉയർത്തിപ്പിടിക്കുവാൻ നമുക്ക് കഴിയണം. എന്ന് സമൂഹത്തിന്, സഭയ്ക്ക് ഉത്തമരായിരിക്കുന്ന നേതാക്കന്മാർ എല്ലാ രാജ്യത്തും സേവന സന്നദ്ധരായിട്ടുള്ളവർ, സ്വഭാവം അഹിടിയുള്ളവർ, അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും വിശദമായി കാര്യങ്ങൾ ചെയ്ത് അതിനെപ്പറ്റി വിഭാവനം ചെയ്ത് അവർ ജനത്തിന് മുമ്പിൽ നയിക്കുവാൻ, അവർ നേതൃത്വം കൊണ്ടുപോകാൻ കഴിവുള്ള ശ്രേഷ്ഠരായ വ്യക്തികളെ വാർത്തെടുക്കുന്ന അനുഭവത്തിലേക്ക് വരുവാനൊക്കെ വേണ്ടി ഇടയാകട്ടെ. അതിന് സെമിനാരിയുടെ ഈ ജൂബിലി ആഘോഷവും അതുപോലെ തന്നെ മറ്റൊരു തിരുമേനിയുടെ ജന്മ ശതാബ്ദി അല്ല ദ്വിശതാബ്ദി ആഘോഷത്തിന്റെ തുടക്കവും നമുക്ക് പ്രചോദനം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് ഇപ്പോഴും നിങ്ങളുടെ മുന്നിൽ നിൽക്കുവാൻ പറ്റുകൊണ്ടുള്ള കൃപയും ശക്തിയും ദൈവം തന്നതോ ദൈവത്തെ മഹത്വപ്പെടുത്തി സ്തോത്രം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപയോഗിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു.